ഹായ് ഹലോ, ജാനകിയുടെയും അബിയുടെയും വീടിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം. ഇപ്പോഴും സൂര്യനാരായണനെ കാണാനായിട്ട് പ്രഭാവതിയോ മറ്റംഗങ്ങളോ ഒന്നും തന്നെ ഹോസ്പിറ്റലിൽ എത്തിയിട്ടില്ല. എല്ലാവരും വലിയ വാശിയിലാണ്. മനഃപൂർവ്വം സൂര്യനാരായണൻ എല്ലാവരെയും പറ്റിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അഭിനയം നടിച്ച് നാടകം കളിച്ച് അവിടെ കിടക്കുവാണ്. ഈ ഒരു സ്വത്ത് തർക്കം തീർക്കാൻ വേണ്ടിയിട്ടാണ് സൂര്യനാരായണൻ ഇങ്ങനെ കാണിക്കുന്നത് എന്ന് വിചാരിച്ചുകൊണ്ട് പ്രഭാവതിയും എല്ലാവരും അജയൊക്കെ നല്ല വാശിയിലാണ്. പക്ഷേ ഈ വാശിയൊന്നും അധികനാൾ നീണ്ടു പോകത്തില്ല എന്ന് തെളിയിക്കുന്ന സംഭവങ്ങളാണ് ഇനി ഈ ഒരാഴ്ചത്തെ എപ്പിസോഡിൽ സംഭവിക്കാൻ പോകുന്നത്. അത് മാത്രമല്ല, പലരുടെയും മനസ്സലിയുന്ന കാര്യങ്ങൾ, പലരുടെയും യഥാർത്ഥ മുഖം മൂടി മറഞ്ഞിരിക്കുന്ന ഓരോ രഹസ്യങ്ങളും പുറത്താകുന്ന നിമിഷങ്ങൾ തന്നെയാണ് ഇനി നടക്കാൻ പോകുന്നത്. എന്തൊക്കെയാണ് ഈ ഒരാഴ്ചത്തെ എപ്പിസോഡിൽ സംഭവിക്കുക, ജാനകിയുടെയും അബിയുടെയും ജീവിതത്തിൽ എന്തൊക്കെയായിരിക്കും നടന്നിട്ടുണ്ടാവുക എന്ന് നമുക്ക് നോക്കാം. അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞങ്ങളിടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അങ്ങനെ സൂര്യനാരായണനോടുള്ള ദേഷ്യം ഇപ്പോഴും പ്രഭാവതിക്കോ അജയ്ക്കോ ഒന്നും തീർന്നിട്ടില്ല. ആ ദേഷ്യം ഇപ്പോഴും അങ്ങനെ തന്നെ നിൽക്കുന്നുണ്ട്. എന്നാൽ ഇവര് ഇങ്ങനെ മാറി നിൽക്കുമ്പോൾ ഈ പ്രശ്നം ചൂണ്ടിക്കാട്ടി കുറച്ചുകൂടി ആ അളകാപുരിയിലുള്ള പ്രശ്നങ്ങൾ ആളിക്കത്തിക്കാൻ വേണ്ടിയിട്ടാണ് അപർണ ശ്രമിക്കുന്നത്. എന്നാൽ അപർണ അങ്ങനെ ശ്രമിക്കുമ്പോഴാണ് ഒരു രഹസ്യം അപർണയ്ക്ക് വീണ് കിട്ടിയത്. അത് മറ്റൊന്നുമല്ല, മുത്തശ്ശിയും പ്രഭാവതിയും സംസാരിക്കുന്നതെല്ലാം അപർണ കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ സ്വത്തുക്കൾ ഭാഗം വെക്കണം എന്ന് പറഞ്ഞപ്പോൾ ഒരിക്കലും സൂര്യനാരായണന്റെ പേരിൽ മാത്രമല്ല സ്വത്തുക്കൾ കിടക്കുന്നത്, തൻ്റെ പേരിലും സ്വത്തുക്കൾ കിടക്കുന്നുണ്ടെന്നും അതുകൊണ്ട് തന്നെ ഈ സ്വത്തുക്കളുടെ അവകാശി താനും കൂടിയാണ് എന്ന് അവിടെ പ്രഭാവതി ആവർത്തിച്ച് പറയുമ്പോഴും മുത്തശ്ശിയുടെ മനസ്സിലൊരു ടെൻഷൻ, ഒരു വെപ്രാളം അപർണ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. പ്രഭാവതി അത് പറയുമ്പോൾ പ്രഭാവതിക്കൊപ്പം ചേർന്ന് സംസാരിക്കാതെ എന്തോ ഒരിക്കലും പ്രഭാവതി അറിയാൻ പാടില്ല. അങ്ങനെ ആ ഒരു രഹസ്യം അറിഞ്ഞു കഴിഞ്ഞാൽ പ്രഭാവതിയും സൂര്യനാരായണനും എന്നേക്കുമായിട്ട് പിരിയും എന്ന് മാത്രമല്ല, ഇത്രയും നാള് പടുത്തുയർത്തിയ അളകാപുരി തറവാട് എന്നേക്കുമായിട്ട് നശിച്ചു പോകും എന്ന് മുത്തശ്ശിക്ക് അറിയാം. അങ്ങനെ ഒരു രഹസ്യം മുത്തശ്ശിയുടെ മനസ്സിലുണ്ടെന്ന് അപർണയ്ക്ക് നല്ല സംശയമുണ്ട്. ആ രഹസ്യം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് അപർണ ശ്രമിക്കുന്നത്. ഇതിന്റെ ഇടയിലും സൂര്യനാരായണൻ ഇനി ഒരിക്കലും എണീറ്റ് നടക്കാൻ പറ്റത്തില്ല, ശരീരം ആകെ തളർന്നു പോയി എന്ന് ഡോക്ടർ പറഞ്ഞപ്പോൾ ജാനകിയും അബിയും അത്രത്തോളം വേദനിച്ചു. തങ്ങൾക്ക് ആ വീട്ടിലെ എല്ലാവരും ഒറ്റപ്പെടുത്തിയപ്പോഴും താങ്ങും തണലുമായിട്ട് നിന്നത് അച്ഛൻ മാത്രമാണ്. ജാനകിക്ക് ആരോരുമില്ല എന്ന് പറഞ്ഞപ്പോഴും നിനക്ക് അച്ഛനുണ്ടെന്ന് പറഞ്ഞ് ജാനകിയെ സമാധാനിപ്പിക്കുന്ന ആളാണ് സൂര്യനാരായണൻ. അച്ഛൻ എന്ന് ആദ്യമായിട്ട് ജാനകി വിളിച്ചതും സൂര്യനാരായണന്റെ മുഖത്ത് നോക്കിയാണ്. അങ്ങനെയുള്ള സൂര്യ എണീറ്റ് നിൽക്കാതെ ഇങ്ങനെ തളർന്നു കിടക്കുന്നത് ജാനകി അത്രത്തോളം വേദനിപ്പിക്കുന്നത് തന്നെയായിരുന്നു. അങ്ങനെ ആ ഒരു സങ്കടങ്ങൾ ഇങ്ങനെ ഉള്ളിലൊതുക്കി ജാനകി നിൽക്കുമ്പോഴാണ് തമ്പി ആ ഹോസ്പിറ്റലിലേക്ക് സൂര്യനാരായണനെ കാണാനായിട്ട് വരുന്നത്. പക്ഷെ തമ്പി മിണ്ടാതെ വന്ന് സൂര്യനാരായണനെ കണ്ടിട്ട് പോയിരുന്നുവെങ്കിൽ യാതൊരു പ്രശ്നവും ഇല്ലായിരുന്നു. എന്നാൽ വന്നിട്ട് കുറച്ച് ഡയലോഗ് അങ്ങ് അടിച്ച് കയറ്റുമ്പോൾ, അതും അബിയെയും ജാനകിയും വേദനിപ്പിക്കുന്ന തരത്തില് ഡയലോഗുകൾ പറഞ്ഞു കഴിഞ്ഞാൽ ആരായാലും വിട്ടുകൊടുക്കും. പ്രത്യേകിച്ച് സ്വന്തം അച്ഛനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ, തൻ്റെ സ്വന്തം അച്ഛനെ അപമാനിക്കുന്ന രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ആരെങ്കിലും വിട്ടുകൊടുക്കുമോ? അത് തന്നെ ഇവിടെയും സംഭവിച്ചുള്ളൂ. തമ്പി നേരെ വന്നതിന് ശേഷം സൂര്യനാരായണനെ കണ്ടിട്ട് മിണ്ടാതെ പോകാതെ ജാനകിയോടും അബിയോടും സംസാരിക്കുന്നതിന്റെ ഇടയിൽ, ഇവിടെ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ കാരണം നിന്റെ അച്ഛനാണ്, നിന്റെ അച്ഛന് ഒരു അവിഹിത ബന്ധത്തിലുണ്ടായതാണ് നീ, അല്ലെങ്കിൽ നിന്റെ അച്ഛന് ആദ്യത്തെ ബന്ധത്തിലുണ്ടായ ആളാണ് നീ എന്നും, എന്നാൽ ആ അമ്മ ജീവിച്ചിരിക്കത്തില്ല എന്ന് പറയുമ്പോൾ ആരെങ്കിലും വിശ്വസിക്കുമോ? ഒരിക്കലും വിശ്വസിക്കത്തില്ല. സൂര്യനാരായണൻ പറയുന്നുണ്ട് ആദ്യത്തെ അബിയുടെ അമ്മ മരിച്ചുപോയി എന്ന് പറയുന്നതല്ലാതെ ഇതുവരെയും അബിയുടെ അമ്മ ആരാണ് എന്നോ അല്ലെങ്കിൽ സത്യാവസ്ഥ എന്താണെന്നോ പറയാനായിട്ട് സൂര്യനാരായണൻ തയ്യാറായിരുന്നില്ല. അപ്പോൾ ആ അബിയുടെ അമ്മ മരിച്ചുപോയെന്ന് എത്ര പേര് വിശ്വസിക്കും? ചിലപ്പോൾ അബിയുടെ അമ്മ ജീവിച്ചിരിപ്പുണ്ടെങ്കിലോ, അല്ലെങ്കിൽ ജീവിച്ചിരുന്നിട്ട് ആ സത്യം സൂര്യനാരായണൻ തന്നെ തുറന്നു പറയാത്തതാണെങ്കിലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അബിയുടെ അമ്മയെ അപമാനിക്കുന്ന രീതിയിൽ തമ്പി സംസാരിച്ചു. അപ്പൊ പിന്നെ അബി എന്തായാലും വെറുതെ ഇരിക്കുമോ? ഒരിക്കലുമില്ല. ആശുപത്രിയാണോ പൊതുസ്ഥലമാണോ എന്നൊന്നും അബി നോക്കിയില്ല. അവിടെ തൻ്റെ അച്ഛനെയും തൻ്റെ സ്വന്തം പെറ്റമ്മയെയും കുറിച്ച് കുറ്റം പറഞ്ഞ തമ്പിയെ
വലിച്ചെടുത്ത് ചെമറിൽ ചേർത്ത് വെച്ച് 2-3 അടി അങ്ങ് കൊടുത്തു. അങ്ങനെ തമ്പിയെ എല്ലാം തകർത്തെറിഞ്ഞുകൊണ്ട് അബി തമ്പിയെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് തമ്പിയെ അടിച്ച് ഒതുക്കി അബി അങ്ങ് മൂലക്കിരുത്തി. അതിനുശേഷം നീ ആരെ കുറിച്ചാണ് പറയുന്നത് എന്ന് നിനക്കറിയാമോ? എൻ്റെ അമ്മയെ കുറിച്ചാണ് നീ പറയുന്നത്. ഇനി ഒരു വട്ടവും കൂടി നിന്റെ നാവിൽ നിന്ന് അങ്ങനെ വീണ് കഴിഞ്ഞാൽ പിന്നെ എൻ്റെ തനി സ്വരൂപം നീ കാണുമെന്ന് പറഞ്ഞുകൊണ്ട് അബി നല്ലതുപോലെ പൊരുതെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ തകർത്ത് സങ്കടപ്പെട്ടുകൊണ്ടല്ല, ഭയങ്കരമായിട്ട് എല്ലായിടവും ചതഞ്ഞാണ് അവിടെ നിന്ന് തമ്പി ആ ഒരു ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിപ്പോയത്. അപ്പൊ ഈ ഒരു പ്രതികാരവും തമ്പിയുടെ മനസ്സിലുണ്ട്. തന്നെ അടിച്ച അബിയെ എന്നേക്കുമായിട്ട് തീർക്കണം എന്നുള്ളൊരു ദേഷ്യവും തമ്പിയുടെ മനസ്സിലുണ്ട്. അങ്ങനെ ഇത്രയും പ്രശ്നങ്ങൾ ഹോസ്പിറ്റലിൽ നടന്നപ്പോഴും സ്വന്തം മകനോ അല്ലെങ്കിൽ സ്വന്തം ഭാര്യയെയോ സൂര്യനാരായണനെ കാണാൻ വേണ്ടിയിട്ട് തയ്യാറായിരുന്നില്ല. എന്നാൽ അബിയുടെ പിഞ്ചു കുഞ്ഞായ പൊന്നു തമ്പി അവിടെ സൂര്യനാരായണനെ കാണാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. സൂര്യനാരായണൻ ഇങ്ങനെ ഒരു അസുഖമുണ്ട് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ദുരന്തം സംഭവിച്ചു എന്ന് അറിഞ്ഞിട്ട് പൊന്നു തന്നെ നേരെ പോയി അമ്പലത്തിൽ പോയി തൊഴുതു, പ്രാർത്ഥിച്ചു. എന്നിട്ട് തൻ്റെ അച്ചാച്ചന് വേണ്ടിയിട്ട് പ്രസാദവും കൊണ്ടുവരുവാണ്. എന്നിട്ട് അച്ചാച്ചൻ പ്രാപിച്ച് തിരിച്ച് ജീവിതത്തിലോട്ട് പഴയതുപോലെ തിരിച്ചു വരാനായിട്ട് പൊന്നു പ്രാർത്ഥിക്കുവാണ്. ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക? പ്രതീക്ഷിക്കാത്ത പല സംഭവങ്ങളും നടന്നു കഴിഞ്ഞു. പലരും അറിയാത്ത പല രഹസ്യങ്ങളും പുറത്തായി. പക്ഷെ ഇതൊന്നുമല്ല, ഇനിയും ഒരുപാട് രഹസ്യങ്ങൾ പുറത്താകാനുണ്ട്. അങ്ങനെ ആ രഹസ്യങ്ങൾ കൂടി അളകാപുരിയെ കുറിച്ചുള്ള രഹസ്യങ്ങൾ കൂടി പുറത്തായി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും പ്രഭാവതിയും സൂര്യനാരായണനും എന്നേക്കുമായിട്ട് തകർന്നടിയും എന്ന് അറിയാവുന്ന ആ ഒരു ബ്രഹ്മാസ്ത്രം തന്നെയാണ് മുത്തശ്ശിയുടെ മനസ്സിലുള്ളത്. ആ സത്യങ്ങൾ പുറത്തുകൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് അപർണ ഇപ്പോൾ ശ്രമിക്കുന്നത്. ഇനി എന്തൊക്കെയായിരിക്കും അവരുടെ ജീവിതത്തിൽ സംഭവിക്കുക എന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കണ്ടറിയാം. അതുവരേക്കും ടാറ്റാ ബൈ.